രണ്ടാം ആഴ്ചയും മലയാള സിനിമകൾക്ക് വെല്ലുവിളിയായിട്ട് മികച്ച മുന്നേറ്റം നടത്തി അർജുൻ ചിത്രം ബ്ലാസ്റ്റ്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമയുടെ 9 ദിവസമായിട്ടുള്ള ഇന്നത്തെ കേരള കളക്ഷൻ റിപ്പോർട്ടും 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടും 10 ദിനമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അർജുന്റെ വർഷങ്ങൾക്ക് ശേഷമുള്ള ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ. അർജുനോടൊപ്പം തന്നെ പൃഥ്വി മൂന്നിൽ, അഭിരാമി, ജോൺ ഗോക്കൻ തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമെത്തുന്ന ചിത്രം നവാഗതനായ സുഭാഷ് കെ രാജായിരുന്നു അണിയിച്ചൊരുക്കിയിട്ടുണ്ടായിരുന്നേ. ചിത്രം തമിഴ്നാട് ബോക്സ് ഓഫീസിലും കേരള ബോക്സ് ഓഫീസിലും കത്തിക്കയറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ചിത്രത്തിന് ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 90 ലക്ഷം രൂപയോളം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. ചിത്രത്തിന്റെ ആദ്യ 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ ചിത്രം 39 കോടി പിന്നിട്ടതായിട്ട് അറിയാൻ സാധിക്കുന്നുണ്ട്. അതിൽ മേജർ കളക്ഷൻ കേരള ബോക്സ് ഓഫീസ് ആണെന്നുള്ളതാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്. എന്തൊക്കെയാണ് ചിത്രം ശനിയാഴ്ച ദിവസമായിട്ടുള്ള ഇന്നും മികച്ച മുന്നേറ്റം നടത്തുന്നുണ്ട്. ചിത്രത്തിന് ഇന്ന് ഏകദേശം 5 മുതൽ 6 കോടി രൂപ വരെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം 1 കോടി പിന്നിടുന്നതാണ് അറിയാൻ സാധിക്കുന്നത്. ഏകദേശം 18 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രമാണ് ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ. അതുകൊണ്ട് തന്നെ ചിത്രം ഇതിനോടൊപ്പം തന്നെ ബോക്സ് ഓഫീസിൽ ഹിറ്റ് ലിസ്റ്റിൽ ഇടം നേടിയിട്ടുണ്ട്. എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം. 10 ദിനമായിട്ടുള്ള ചിത്രത്തിന് ഇന്ന് എത്രത്തോളം വലിയ തുകകൾ കണ്ടെത്താൻ സാധിക്കുന്നതൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ബ്ലാസ്റ്റ് എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. ചിത്രത്തിന്റെ ഏറ്റവും ലേറ്റസ്റ്റ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക.